അപ്പോൾ മറ്റേ കല്യാണം കഴിഞ്ഞതിന് ശേഷം പല കാരണങ്ങൾ പറഞ്ഞിട്ടാണ് പീഡിപ്പിച്ചിരുന്നത്. അതായത് മറ്റേ ഓൾക്ക് സൗന്ദര്യമില്ല, അതേമാതിരി തടിയില്ല എന്നൊക്കെ, ജോലിയില്ല. പിന്നെ അവൻ ഏകദേശം 2 വർഷം അവനെ കല്യാണം കഴിഞ്ഞിട്ട്. അപ്പോൾ നമ്മളെ വീട്ടിൽ ഇതുവരെ വന്നിട്ടില്ല അവൻ. അവിടെ പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ ഞാൻ എന്നിട്ട് വണ്ടൂർ ചെന്നുകാണ്ട് അവളെ ബസ് കയറ്റി വെള്ളം ആ പാവം കുട്ടിയെ ബസ്സിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കല്. വണ്ടിയിൽ കൊണ്ടുപോകാൻ ഒരു സൗന്ദര്യം ഇല്ല, അതിനകത്തുള്ള ഇതില്ല. അങ്ങനെ കുട്ടീനെ നിരന്തരമായിട്ട് പീഡിപ്പിക്കുക. പിന്നെ വീട്ടുജോലി പറഞ്ഞാൽ എല്ലാം റോഡ് വരെ കുറെ അടിച്ചു വരാൻ, വീട്ടുപണിയൊക്കെ ചെയ്തോട്ടെ, അതല്ല. എന്നിട്ട് വൈകുന്നേരം അമ്മേനോട് വിളിച്ചു പറയാൻ എൻ്റെ അമ്മേൻ്റെ നടു വേദനിച്ചിട്ട് വയ്യ. അപ്പോൾ അത് ഒരു പീഡിപ്പിക്കണ മാതിരിയുള്ള ജോലി ചെയ്തോട്ടെ, അതിനല്ല പ്രശ്നമല്ല, പീഡിപ്പിക്കണ മാതിരിയുള്ള സ്വഭാവം എല്ലാ കാര്യത്തിലും. മർദ്ദിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ദിവസം മറ്റേ അവളെ കൂട്ടുകാരി ബർത്ത്ഡേക്കൊക്കെ ഗിഫ്റ്റ് ആയിട്ട് ചെന്നപ്പോൾ ഇവളെ മുഖത്തൊരു പാട് കണ്ടു. അത് അടിച്ച പാടാണ്. അതിപ്പോഴാണ് ഞാൻ അറിയുന്നത്. അത് ഞാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സെക്കൻഡിൽ ഞാൻ അവളെ പോയി സ്വർണം പോരാന്നുള്ള നിരന്തരം പറയലുണ്ടായിരുന്നു അവൻ. ഇപ്പൊ ആ സ്വർണ്ണമൊക്കെ നശിപ്പിച്ചേക്കട്ടെ, ഓനൊക്കെ ആകെ ഇതാക്കി കളഞ്ഞേക്കാണ്. അത് ഞാൻ